നമസ്കാരം. ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഇന്ത്യ വിരുദ്ധ ശക്തികൾ പാകിസ്ഥാൻ മണ്ണിൽ വെച്ച് അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ ഒരു തുടർച്ചയായി മാറുന്നത് പ്രധാനമായും 2022 അവസാന പകുതിയോടെയും 2023 തുടക്കത്തിലുമാണ്. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെയും അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെയും സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന ഭീകരവാദികൾ തങ്ങളുടെ ഒളിത്താവളങ്ങളിൽ വെച്ച് ഒന്നൊന്നായി വധിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. അജ്ഞാതരായ തോക്കുധാരികൾ എന്ന പ്രയോഗം തന്നെ ഇതോടെ പ്രതിരോധ മേഖലയിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറി. വിദേശ മണ്ണിലിരുന്ന് ഭാരതത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നവർക്ക് തങ്ങളുടെ സുരക്ഷിത താവളങ്ങളിൽ പോലും ഇനി രക്ഷയില്ലെന്ന സന്ദേശമാണ് ഈ കൊലപാതക പരമ്പരകൾ നൽകുന്നത്. ഈ കൊലപാതക പരമ്പരയിലെ ആദ്യത്തെ സുപ്രധാന കണ്ണികളിൽ ഒന്ന് 2022 ഫെബ്രുവരിയിൽ റാവൽപിണ്ടിയിൽ വെച്ച് ഹിസ്ബുൾ മുജാഹിദ്ദീൻ കമാൻഡർ ബഷീർ അഹമ്മദ് പീർ കൊല്ലപ്പെട്ടതാണ്. തുടർന്ന് 2023 മെയ് മാസത്തിൽ ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് തലവൻ പരംജിത് സിംഗ് പഞ്ച്വാർ ലാഹോറിൽ വെച്ച് വെടിയേറ്റ് മരിച്ചതോടെയാണ് ഇത്തരമൊരു ആസൂത്രിതമായ നീക്കം നടക്കുന്നുണ്ട് എന്ന സംശയം ബലപ്പെടുന്നത്. വിഘടനവാദി നേതാക്കളും ഭീകരവാദികളും ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നത് പാകിസ്ഥാന് വലിയ നാണക്കേടുണ്ടാക്കി. 2023 ഒക്ടോബറിൽ പഠാൻകോട്ട് ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഷാഹിദ് ലത്തീഫ് സിയാൽകോട്ടിലെ ഒരു പള്ളിയിൽ വെച്ച് കൊല്ലപ്പെട്ടതും ലഷ്കർ കമാൻഡർ അദ്നാൻ അഹമ്മദ് ഡിസംബറിൽ കറാച്ചിയിൽ വെച്ച് വധിക്കപ്പെട്ടതും ഈ പരമ്പരയിലെ നിർണായകമായ സംഭവങ്ങളിൽ പെട്ടതാണ്. കൊലപാതകങ്ങൾ നടത്തുന്ന രീതിയിലുള്ള സാമ്യം ഏറെ ശ്രദ്ധേയമാണ്. മിക്കവാറും സംഭവങ്ങളിൽ മോട്ടോർ ബൈക്കുകളിൽ എത്തുന്ന രണ്ടംഗ സംഘം തിരക്കേറിയ ഇടങ്ങളിൽ വെച്ചോ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുമ്പോഴോ ഇരകൾക്ക് നേരെ വെടിയുതിർക്കുകയും യാതൊരു അടയാളവും അവശേഷിപ്പിക്കാതെ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അത്യാധുനിക ആയുധങ്ങളും കൃത്യമായ നിരീക്ഷണവുമാണ് ഇത്തരം ഓപ്പറേഷനുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാൻ പോലീസ് പ്രതികൾക്കായി വല വീശുമെങ്കിലും ആരും തന്നെ ഇതുവരെയും പിടിക്കപ്പെട്ടിട്ടില്ല എന്നത് ഈ നീക്കങ്ങളുടെ പിന്നിലെ പ്രൊഫഷണലിസം വ്യക്തമാക്കുന്നു. പാകിസ്ഥാനിലെ സാധാരണ ക്രിമിനൽ സംഘങ്ങൾക്കോ പ്രാദേശിക ശത്രുക്കൾക്കോ ഇത്രയും കൃത്യതയോടെ ഇത്തരം ഉന്നത സുരക്ഷയുള്ള വ്യക്തികളെ വധിക്കാൻ സാധിക്കില്ലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ആണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പലതവണ ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ ഭാരതം ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കുന്ന നയമാണ് ഇന്ത്യയുടേതാണെന്നും വിദേശ മണ്ണിൽ പോയി കുറ്റവാളികളെ വധിക്കുന്ന രീതി ഇന്ത്യക്കില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. എങ്കിലും ഭീകരവാദത്തോട് ഇന്ത്യ സ്വീകരിക്കുന്ന സീറോ ടോളറൻസ് നയവും പുതിയ ഇന്ത്യ ശത്രുക്കളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടുമെന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രസ്താവനകളും ഈ സംഭവങ്ങളുമായി കൂട്ടി വായിക്കപ്പെടേണ്ടതുണ്ട്. പാകിസ്ഥാനിലെ ആഭ്യന്തര കലഹങ്ങളോ ഭീകര സംഘടനകൾക്കിടയിലോ കുടിപ്പകയോ ആകാം ചിലപ്പോൾ ഇത്തരം കൊലപാതകങ്ങൾക്ക് കാരണം എന്നാണ് ഇന്ത്യൻ പക്ഷത്തിന്റെ വാദം. ചുരുക്കത്തിൽ 2023 ശക്തി പ്രാപിച്ച ഈ നിഗൂഢ കൊലപാതകങ്ങൾ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചിരിക്കുകയാണ്. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ സംഘടനകളുടെ മുൻനിര നേതാക്കൾക്ക് ഇപ്പോൾ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപം പോലും സുരക്ഷിതരല്ല എന്ന ഭീതി ഉണ്ടാക്കി. ഈ കൊലപാതക പരമ്പരകൾ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ ഭീഷണികൾ കുറയ്ക്കുവാൻ സഹായിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭീകരവാദികൾക്കും അവർക്ക് അഭയം നൽകുന്നവർക്കും ഇതൊരു വലിയ മുന്നറിയിപ്പായി തുടരുക തന്നെ ചെയ്യും. വരും വർഷങ്ങളിലും ഇത്തരം നീക്കങ്ങൾ തുടരുമോ എന്നത് ആഗോള സുരക്ഷാ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന ഒന്നുകൂടിയാണ്. ഇത്തരത്തിൽ പാകിസ്ഥാൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്ന മുൻ സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വയുടെ മരണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിട്ടിരിക്കുന്നത്. 65-ാമത്തെ വയസ്സിൽ റാവൽപിണ്ടിയിലെ മിലിറ്ററി ആശുപത്രിയിൽ വെച്ചായിരുന്നു ഇയാളുടെ അന്ത്യം. ഈ വർഷം ഫെബ്രുവരിയിൽ തന്റെ വസതിയിലെ ശുചിമുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ വഴുതി വീണു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ഇയാൾ ചികിത്സയിലായിരുന്നു. ശസ്ത്രക്രിയകൾക്കും തീവ്രപരിചരണ വിഭാഗത്തിലെ ദീർഘനാളത്തെ ചികിത്സകൾക്കും ശേഷമാണ് ഇയാളുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു വാർദ്ധക്യ സഹജമായ അപകടമായി ഇതിനെ കാണാമെങ്കിലും പാകിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യത്തെ മുൻ സൈനിക മേധാവിയുടെ മരണം എന്ന നിലയിൽ ഇതിന് പിന്നിൽ അസ്വാഭാവികമായ കാരണങ്ങളോ അജ്ഞാത ശക്തികളുടെ ഇടപെടലോ ഉണ്ടോ എന്ന സംശയം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു ബജ്വ. ഇയാളുടെ ഭരണകാലത്ത് ഇമ്രാൻഖാൻ സർക്കാരിനെ അധികാരത്തിലേറ്റുന്നതിലും പിന്നീട് അതേ സർക്കാരിന്റെ പതനത്തിന് വഴിയൊരുക്കുന്നതിലും സൈന്യത്തിന് വലിയ പങ്കുണ്ടായിരുന്നുവെന്ന് ആരോപണങ്ങളുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളും രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുമായുള്ള ബന്ധങ്ങളിലെ വിള്ളലുകളും പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ്. അറബ് രാജ്യങ്ങളുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായും പാകിസ്ഥാന്റെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ബജ്വ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നിലവിലെ സാഹചര്യത്തിൽ ബജ്വയുടെ മരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്.
ഇതിനേക്കാളും ഒക്കെ അപ്പുറത്ത് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും വെറുക്കേണ്ട ഒരാളാണ് ഈ ബജ്വ. അതിൻ്റെ കാരണത്തിന് 7 വർഷത്തെ പഴക്കമുണ്ട്. 2019 ഫെബ്രുവരി 14 ജമ്മു കശ്മീരിലെ പുൽവാമയിൽ CRPF വാഹന വ്യൂഹത്തിന് നേരെ നടന്ന ഭീകരാക്രമണം ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദാരുണമായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു. ഈ ആക്രമണം നടക്കുമ്പോൾ പാകിസ്ഥാന്റെ സൈനിക തലപ്പുറത്ത് ജനറൽ ഖമർ ജാവേദ് ബജ്വയായിരുന്നു ഉണ്ടായിരുന്നത്. പാകിസ്ഥാനിൽ സൈന്യത്തിന് ഭരണകൂടത്തിന് മേലുള്ള അമിതമായ സ്വാധീനവും ഭീകര സംഘടനകളുമായി അവർ പുലർത്തുന്ന ബന്ധവും പരിഗണിക്കുമ്പോൾ പുൽവാമ ആക്രമണത്തിൽ ബജ്വയുടെ പങ്കിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. പുൽവാമ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന ഏറ്റെടുത്തിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെയും രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെയും നേരിട്ടുള്ള സംരക്ഷണയിലാണ് ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നത് പോലും. ജനറൽ ബജ്വ സൈനിക മേധാവിയായിരുന്ന കാലഘട്ടത്തിൽ ഭീകര സംഘടനകൾക്ക് നൽകി വരുന്ന സാമ്പത്തികവും സൈനികവുമായ പിന്തുണ വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമാണ് ബജ്വയുടെ നേതൃത്വത്തിൽ പാക് സൈന്യം നടപ്പിലാക്കിയത്. പുൽവാമയിൽ ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളുടെ ഉറവിടവും ആക്രമണത്തിന്റെ ആസൂത്രണവും പാകിസ്ഥാൻ മണ്ണിലാണ് എന്ന് ഇന്ത്യ തെളിവുകൾ സഹിതം ആവർത്തിച്ചിരുന്നു. ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ പാർലമെന്റിൽ നടന്ന ചർച്ചകളും മന്ത്രിമാരുടെ പ്രസ്താവനകളും ബജ്വയുടെ പങ്കിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. പുൽവാമ ആക്രമണം പാകിസ്ഥാന്റെ വലിയൊരു വിജയമാണെന്ന് അന്നത്തെ മന്ത്രി ഫഹാദ് ചൗധരി പരസ്യമായി അവകാശപ്പെട്ടത് വലിയ വിവാദമായിരുന്നു. സൈന്യത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇത്തരമൊരു വൻകിട ഓപ്പറേഷൻ ഭീകര സംഘടനകൾക്ക് മാത്രമായി നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നത് വ്യക്തമാണ്. കൂടാതെ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ബലാക്കോട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ഇന്ത്യയുമുള്ള സംഘർഷം ലഘൂകരിക്കുവാൻ പാകിസ്ഥാൻ ഭരണകൂടം തയ്യാറായതിന് പിന്നിലും ബജ്വയുടെ തന്ത്രങ്ങളായിരുന്നു. ഇന്ത്യയുടെ സൈനിക കരുത്തിനെ നേരിടാനുള്ള ഭയം ഒരു വശത്തും അന്താരാഷ്ട്ര സമ്മർദ്ദം മറുവശത്തും ഉണ്ടായപ്പോൾ മാത്രമാണ് ബജ്വ സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കാൻ തുടങ്ങിയത്. ബജ്വയുടെ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ സൈന്യം ഇമ്രാൻഖാൻ സർക്കാരിനെ പാവയാക്കി ഭരണം നിയന്ത്രിച്ചിരുന്നതിനാൽ എല്ലാ പ്രധാന വിദേശ നയ തീരുമാനങ്ങളിലും സൈനിക ആസ്ഥാനമായ GHQവിലാണ് എടുത്തിരുന്നത്. ഇന്ത്യയുമുള്ള ബന്ധം വഷളാക്കുന്നതിലൂടെ പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സൈന്യത്തിന്റെ പ്രാധാന്യം നിലനിർത്തുവാൻ ബജ്വയ്ക്ക് സാധിച്ചു. സൈനിക മേധാവി എന്ന നിലയിൽ ഭീകരവാദികളെ സ്വതന്ത്ര സമര പോരാളികൾ എന്ന് വിശേഷിപ്പിക്കുകയും അവർക്ക് നയതന്ത്രപരമായ പിന്തുണ നൽകുകയും ചെയ്ത ബജ്വയുടെ നിലപാടുകൾ പുൽവാമ പോലെയുള്ള ആക്രമണങ്ങൾക്ക് വളമിട്ടു. ചുരുക്കത്തിൽ പുൽവാമ ഭീകരാക്രമണത്തിന്റെ നേരിട്ടുള്ള സൂത്രധാരൻ ബജ്വയാണോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ തെളിവുകൾ പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും അവിടുത്തെ സൈനിക മേധാവി എന്ന നിലയിൽ അയാൾക്ക് ഈ സംഭവത്തിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. ഭീകരതയെ പോഷിപ്പിക്കുകയും അതിനെ ഇന്ത്യക്കെതിരായ ആയുധമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന പാക് സൈനിക നയത്തിന്റെ ഏറ്റവും വലിയ പ്രയോക്താവായിരുന്നു ഇയാൾ. ബലാക്കോട്ട് ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ അതിശക്തമായ തിരിച്ചടി ബജ്വയുടെ സൈനിക പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലാണ് ഏൽപ്പിച്ചത്. ഇന്ന് പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ബജ്വയെ പോലെയുള്ള സൈനിക മേധാവികൾ പിന്തുടർന്ന ഇത്തരം ഇന്ത്യ വിരുദ്ധ ഭീകരവാദ അനുകൂല നിലപാടുകളാണ് എന്നത് യാഥാർത്ഥ്യമാണ്. ഭാരതത്തിന്റെ ഐക്യവും സമാധാനവും തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികൾക്ക് മാത്രമല്ല, ഇത്തരം ഭീകരവാദി പരിശകൾക്ക് ചോറും എല്ലും കഷ്ണവും നൽകി പതിറ്റാണ്ടുകളായി ഇന്ത്യയെ രക്തം ചിന്തിക്കാൻ ആസൂത്രണം നടത്തുന്ന പാക് മേലാളന്മാർക്കും ഇന്ന് സ്വന്തം നിഴലിനെ പോലും ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നത് പുതിയ ഭാരതത്തിന്റെ മാറിയ സുരക്ഷാ നയത്തിന്റെ പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടുന്നത്. അജ്ഞാതർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.